കേരളം രാജ്യാന്തര ഭീകര പ്രസ്ഥാനങ്ങളുടെ വളക്കൂറുള്ള മണ്ണാണ് എന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞിരിക്കുകയാണിപ്പോൾ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഇന്ത്യയെ കുറ്റപ്പെടുത്താനും പാകിസ്ഥാനെ ന്യായീകരിക്കാനും പാകിസ്ഥാനിലെ ജനങ്ങൾക്കു വേണ്ടി അവിടെ കൊല്ലപ്പെടുന്ന ഭീകരർക്കു വേണ്ടി ശബ്ദിക്കാനും അവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി കരയാനും സാധിക്കുന്ന കുറെ തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോ നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണ കേസിലെ ജെയ്ഷെ ഭീകരൻ കേരളത്തിലാണ് പഠിച്ചത് എന്നാണ് കണ്ടെത്തിയത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വസ്തുതകളാണെങ്കിലും സംസ്ഥാനത്തെ ഭീകരവാദത്തിന്റെ വേരുകൾ അറിയാവുന്ന ആളുകൾക്ക് അതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇത് തന്നെയാണ് BJP നേതാവായ N ഹരിയും പറഞ്ഞു വെച്ചത്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം മുതൽ രാജ്യത്ത് നടന്ന എല്ലാ ഭീകരാക്രമണങ്ങളിലും തന്നെ കേരളവുമായി ബന്ധമുള്ള ഭീകരരുടെ പങ്കുണ്ട്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട, വാഗമൺ പ്രദേശങ്ങളിലാണ് നിരോധിത സംഘടനയായ സിമിയുടെ ക്യാമ്പ് നടന്നത് എന്നതൊന്ന് ഓർത്തുവെക്കണം. സമാനമായ വിവിധ കേസുകളിൽ പങ്കാളിയായ 2 പേർ ഈരാറ്റുപേട്ടക്കാരാണ് എന്നുള്ളത് കേരളം മറക്കരുത്. ഉന്നം തെറ്റാതെ നിറയൊഴിക്കാനും പെട്രോൾ ബോംബ് നിർമ്മിക്കാനും വനത്തിൽ കൂടിയുള്ള ബൈക്ക് റേസിംഗും അതിന് പ്രത്യേക പരിശീലനം നൽകുന്നതിനു വേണ്ടിയുമൊക്കെ വാഗമണ്ണിലെ തങ്ങൾപ്പാറയിൽ 2007 ഡിസംബർ 10-ാം തീയതി മുതൽ 12-ാം തീയതി വരെ സിമിയുടെ നേതൃത്വത്തിലാണ് ഒരു ആയുധ പരിശീലനം സംഘടിപ്പിക്കപ്പെട്ടത്. മലയാളികളായ ഭീകരവാദികളെ പരിശീലിപ്പിച്ച് കേരളത്തിനകത്തും പുറത്തേക്കും അയക്കുന്നത് പോലെ പാകിസ്ഥാൻ ഭീകരർക്ക് ഇവിടെ സുരക്ഷിത താവളമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കേരളത്തിന്റെ നീക്കങ്ങൾ നമുക്ക് തെളിയിച്ചു തരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് CPM മുന്നണികൾ ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് കാണിക്കുന്ന മൃദു സമീപനവും അവരോട് കാണിക്കുന്ന പ്രീണനവും ഇവർക്ക് വലിയ രൂപത്തിൽ കേരളത്തിൽ വേരോടുന്നതിന് സഹായകമാകുന്നുണ്ട്. കാശ്മീരിൽ വീണ്ടും തീവ്രവാദികൾ ചോര വീഴ്ത്തിയിട്ടും കേരളത്തിലെ സ്വരാജിനെ പോലെയുള്ള ഇടത് നേതാക്കൾ ദേശവിരുദ്ധ പ്രസ്താവനകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാശ്മീരിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് ആദ്യം നടത്തിയ പ്രതികരണം നമ്മളെ ഞെട്ടിച്ചതാണ്. തീവ്രവാദികളെ വെള്ളപൂശാനുള്ള പരിശ്രമങ്ങളാണ് നിർഭാഗ്യവശാൽ ഇക്കൂട്ടർ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണേഷ്യയിലെ ഭീകരവാദത്തിന്റെ ആദ്യ ക്യാമ്പ് നടന്ന വാഗമൺ, ഈരാറ്റുപേട്ട പ്രദേശങ്ങൾ പോലീസ് നിരീക്ഷണത്തിലാക്കണം എന്ന നിർദ്ദേശം പോലും ഭരണതലത്തിൽ അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം. ഈരാറ്റുപേട്ടയിലെ പോലീസ് ഭൂമി വിട്ടുകൊടുക്കരുതെന്നും പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന നടപടികൾക്ക് രൂപം നൽകണമെന്നും റിപ്പോർട്ട് നൽകിയ ജില്ലാ പോലീസ് മേധാവിയെ നാട് കടത്തിയതും നമുക്ക് ഓർമ്മയുണ്ട്. സംസ്ഥാന ഭരണക്കാർ എത്ര നിസ്സാരമായിട്ടാണ് ഭീകരവാദത്തെ സമീപിക്കുന്നത് എന്ന് ഇതിൽ കൂടുതൽ എത്ര തെളിവുകളാണ് നമുക്ക് വേണ്ടത്. ഈ രാജ്യവിരുദ്ധരുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അവർക്ക് രാഷ്ട്രീയ പിൻബലമുണ്ട്. ഇവരെ സംബന്ധിച്ച് എഴുതാനോ പറയാനോ വിമർശിക്കാനോ പോലും ആർക്കും ധൈര്യമുണ്ടാകുന്നില്ല. കാരണം പണം കൊടുത്തു മാധ്യമങ്ങളെ ഇവർ വിലക്കെടുത്തിരിക്കുന്നു. രാഷ്ട്രീയക്കാരൊക്കെ ഇവരുടെ പോക്കറ്റിലാണ്. ഇവർക്ക് അനുകൂലമായി മാത്രം സംസാരിക്കാൻ സാധിക്കുന്ന MLA-മാരും MP-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമസ്കാരം. ഇന്ത്യയിൽ കുംഭമേള നടക്കുന്ന സമയത്ത് കമ്മികളിലെ താത്വിക ആചാര്യനും എന്തുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നത്? അവരിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമസ്കാരം. ഇന്ത്യയിൽ കുംഭമേള നടക്കുന്ന സമയത്ത് കമ്മികളിലെ താത്വിക ആചാര്യനും ബുദ്ധിജീവിയൊക്കെ എന്ന് അവർ കണക്കാക്കുന്ന ജോർജ് ബ്രിട്ടാസ് അന്ന് നടത്തിയ ഒരു പരാമർശം നിങ്ങൾ പലരും ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും. ചൈന AI തിരമാലകൾ തീർക്കുമ്പോൾ ഇന്ത്യ കുംഭമേള നടത്തുന്നു എന്ന ഒരു ആക്ഷേപകരമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹം അന്ന് നടത്തിയത്. അനവസരത്തിലും അനാവശ്യമായിരുന്നു ആ പ്രസ്താവന, പരാമർശം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അന്ന് അയാൾ വാഴ്ത്തിപ്പാടാൻ ശ്രമിച്ചത് ചൈനയുടെ മികവിനെ പറ്റിയായിരുന്നു. ചൈന അവരുടെ സാങ്കേതിക വിദ്യയിൽ മുന്നോട്ട് കുതിക്കുന്നു, 30 വർഷം ഇപ്പോൾ തന്നെ മുന്നിലാണ്, ഇന്ത്യ ഇതാ കുംഭമേള നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇന്നിപ്പോൾ വർത്തമാനകാലത്ത് ഇന്നത്തെ ഒരു ദിവസം തന്നെ കണക്കാക്കിയാൽ ഇനി യോഗി ആദിത്യനാഥിന് അന്നത്തെ ആ ബ്രിട്ടാസിന്റെ പരാമർശം മറ്റുമൊക്കെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വാചകമുണ്ട്. യോഗി പറയില്ല, പകരം ഞാൻ പറയുന്നു, ഈ AI തിരമാലകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ചൈന, അതായത് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ മുഖം വികൃതമായി ലോകത്തിന്റെ മുന്നിൽ നിന്ന് തന്നെ ഒളിച്ചോടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് കുംഭമേള നടത്താനും അറിയാം, ചൈനയുടെ മണ്ടക്കടിക്കാനും അറിയാം. ഈ ചൈനയുടെ മണ്ടക്കടിക്കാനും അറിയാം എന്ന അവിടെ ചൈനയുടെ വേറൊരു വാക്ക് ചേർത്തിട്ട് അങ്ങ് പൂരിപ്പിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കാം. ബ്രിട്ടാസെ, നിങ്ങളെ പോലുള്ള കുറെ ആളുകൾ ചൈനയെ അമേരിക്കയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സാങ്കേതിക തികവിനേക്കാൾ മുകളിലായിട്ട് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നു. ചൈന അവിടെ കൃത്രിമ സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ചൈന അവിടെ 10G പ്രാബല്യത്തിലാക്കിയിരിക്കുന്നു. ചൈനയിലെ ട്രെയിൻ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ തള്ളി മറിച്ചു വെച്ചിരുന്നു.
ഇന്ത്യ പാകിസ്ഥാനിൽ കടന്ന് പ്രത്യാക്രമണം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ഒപ്പമാണ് ചൈന എന്ന് തോന്നിപ്പിക്കത്തക്ക തരത്തിൽ അവർ ചില പ്രസ്താവനകളും മറ്റുമൊക്കെ നടത്തി. എന്നാൽ തങ്ങളുടെ തന്നെ അഭിമാനമായിട്ട് കൊണ്ടു നടന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പാടെ വെട്ടിച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനിൽ കടന്നു കയറി ഭീകര കേന്ദ്രങ്ങളൊക്കെ തച്ച് തകർക്കുകയും പിന്നീട് അതിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചപ്പോൾ അവർ തന്നെ കൊടുത്തിട്ടുള്ള JF-17 എന്ന 2 വിമാനങ്ങൾ ഇന്ത്യ അടിച്ചിടുകയും മാത്രമല്ല അവരുടെ തന്നെ ഈ കൊട്ടിഘോഷിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം ഒരെണ്ണം അപ്പാടെ പ്രവർത്തനനിരതമാക്കുകയും ചെയ്തു. അതിന്റെ പ്രവർത്തനം തന്നെ താറുമാറാക്കുകയും ചെയ്തു നമ്മുടെ സംവിധാനങ്ങൾ. ഇതെല്ലാം കണ്ടപ്പോൾ ചൈനയ്ക്ക് മനസ്സിലായി ഇനിയും പ്രകടമായിട്ട് അവരുടെ കൂടെ നിന്നാൽ ലോകത്തിന് മുന്നിൽ തങ്ങൾ കൂടുതൽ എളിമ്പീരാകുകയുള്ളൂ. അതുകൊണ്ട് അവർ ഏറ്റവും ഒടുവിലായിട്ട് ഒരു പ്രസ്താവന നടത്തി. ഇന്ത്യയും ചൈനയും തങ്ങളുടെ അയൽക്കാരാണ്, രണ്ടുപേരെയും ഒരുപോലെ വേണം, രണ്ടുപേരും യുദ്ധത്തിലൊന്നും ഏർപ്പെടാൻ പാടില്ല ഒരു ചൈനയാണ് കണ്ടത്. ഈ ചൈനയാണ് ഇവിടെ കിടന്ന ബ്രിട്ടാസിനെ പോലെയുള്ള കുറെ കോമാളികൾ എന്തോ ആണ് എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വെച്ചത്. ഞങ്ങൾക്ക് കുംഭമേള നടത്താൻ മാത്രമല്ല ചൈനയുടെ പിന്നാമ്പുറം നോക്കി അടിക്കാനും നന്നായിട്ട് അറിയാം എന്നിപ്പോൾ ജോൺ ബ്രിട്ടാസിനൊക്കെ മനസ്സിലായല്ലോ അല്ലെ. ചൈന പിൻവാങ്ങി കഴിഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടരുണ്ട്, തുർക്കി. പണ്ട് തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടരാക്കിയപ്പോഴാണ് ഇവിടെ മലബാർ കലാപം അരങ്ങേറിയത്. അതേ കൂട്ടർ തന്നെ ഇപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വലിയ താമസമില്ലാതെ അവരും കണ്ടം വഴി ഓടുന്ന കാഴ്ച നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ യാതൊരു സംശയവുമില്ല, ഇവരുടെ ഇസ്ലാം മത പ്രീണനം അതിര് കടക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായ രൂപത്തിൽ സംസാരിക്കേണ്ടി വരുന്നത്. അല്ല, കുംഭമേളയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ, നമുക്കറിയാം ഇവരുടെയൊക്കെ വായ തുറന്നാൽ എന്താണ് വരുന്നത് എന്ന്. സമീപകാലങ്ങളിലെ തന്നെ ഇവരുടെ മതതീവ്രവാദത്തോടുള്ള മതഭീകരതയോടുള്ള മൃദു സമീപനം കൊണ്ട് നമുക്ക് തെളിഞ്ഞ വസ്തുതയാണ്. ഇവരെന്തായിരിക്കും പറയാൻ വരുന്നത് എന്ന് നമുക്കറിയാം. പഹൽഗാമിൽ കൊല ചെയ്യപ്പെട്ട 29 പേരുടെ സിന്ദൂരം മായ്ച്ച 29 കുടുംബങ്ങളെ അന്യാധീനപ്പെടുത്തിയ, അനാഥമാക്കിയ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് 29 ആളുകളെ സിനിമാ സ്റ്റൈലിൽ നിറയൊഴിച്ച ഈ രീതിയെ അപലപിച്ചുകൊണ്ട് ആ മുസ്ലിം ഭീകരതയെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് ഇവരാരെങ്കിലും രംഗത്ത് വന്നോ? ഈ ഭീകരതയ്ക്കും മതമുണ്ട് എന്ന് പറഞ്ഞ് ഇവരാരെങ്കിലും രംഗത്ത് വന്നോ? ഇത് ഇസ്ലാം മത ഭീകരതയാണ് എന്ന് പറഞ്ഞ് ഇവരാരെങ്കിലും രംഗത്ത് വരുന്നു? ഏറ്റവും ഒടുവിൽ എല്ലാവരുടെയും പങ്ക്, പ്രത്യേകിച്ച് പ്രാദേശികവാസികളുടെ, കേരളത്തിൽ അടക്കമുള്ള ആളുകളുടെ പങ്ക് തെളിഞ്ഞിട്ടെങ്കിലും ഇവരാരെങ്കിലും ഉറക്കെ ഒന്ന് ശബ്ദിക്കാൻ, ഒന്ന് സംസാരിക്കാൻ, ഒന്ന് പ്രതികരിക്കാൻ രംഗത്ത് വന്നിരുന്നു? ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ MLA-യോ MP-യോ പറയുന്നതിനേക്കാൾ അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്ന് നമ്മളൊന്ന് കേൾക്കണം. ബോംബ് വരുമ്പോൾ സമാധാനം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും, അതുപോലെ എന്താണ് ചെയ്യേണ്ടത്, അട്ടിച്ചവനോട് തിരിച്ചടി തന്നെ ഷഠനോട് ഷാഠ്യമേ പാടുള്ളൂ എന്ന രൂപത്തിൽ നമ്മുടെ ശ്രീകുമാരൻ തമ്പി സംസാരിക്കുന്നുണ്ട്. നോക്കാം. 100 പ്രാവശ്യം ഞാൻ ക്ഷമിക്കും, 101ാമത്തെ പ്രാവശ്യം അവനെ കൊല്ലുന്നു, 101 പ്രാവശ്യം കൊല്ലും എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയാണ്. നമ്മൾ പരമാവധി സഹിച്ചു, ലിമിറ്റ് ഓരോരുത്തരും. ആ ലിമിറ്റ് കടന്നപ്പോൾ പിന്നെ അതൊരു ധൈര്യമുള്ളൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു മോദി. അതൊരു കാരണമാണ്, അദ്ദേഹത്തിന് ധൈര്യമുള്ള കാരണമാണ്. അപ്പൊ നമ്മുടെ ഭരണാധികാരിക്ക് ധൈര്യം വേണം. തീവ്രവാദികൾക്ക് എതിരായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഷഹബാസ് ഷെരീഫിന് ഭയമാണെന്ന്. നരേന്ദ്രമോദി എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് മന്ത്രി ചോദിച്ചത്. കൊല്ലുന്നില്ല. അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ നീതിക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് അത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഒരു ധർമ്മയുദ്ധമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ എന്തൊക്കെ സമാധാനം പറഞ്ഞാലും ഒരു നാടിന്റെ, ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഡിഫൻസാണ്. നമ്മൾ എന്ത് ആദർശം മനസ്സിൽ കാര്യമില്ല. കാരണം ഈ ഇങ്ങോട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ബോംബിന് മുമ്പിൽ നമ്മൾ ആദർശം നദിക്കൂ ഇല്ല. അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന് ഡിഫൻസ് പവറാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മുഗൾ ആക്രമണം ഉണ്ടായത്? നമ്മുടെ ഇന്ത്യയിൽ ഇത്രയധികം വിദേശികളൊന്നും വരിക എന്താ കാരണം? ഇപ്പോൾ വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന അയാള് 12 പേരെയും കൊണ്ട് ഒരു പായ്ക്കപ്പലിൽ വന്നിറങ്ങി. ഈ 12 പേരെ വെട്ടിക്കൊന്ന് നമ്മുടെ കടത്തിൽ പൂച്ചിരുന്നെങ്കിൽ പിന്നെ വിദേശാഗരം ഉണ്ടാവുമായിരുന്നു. നമ്മളെ നിർത്തി നമ്മുടെ സംസ്കാരമാണ്. ഇപ്പൊ നമ്മുടെ ഈ കാലത്ത് മൻമോഹൻ സിംഗാണ് ഭരിച്ചിരുന്നത്, ഒരിക്കലും നടക്കില്ല. അതും സഹിച്ചു. പക്ഷെ 26 പേരെ മതം ചോദിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അഭിമാനത്തിന് വേണ്ടി പോരാടി മരിച്ച വേലുത്തമ്പി ദളവയുടെ പുരസ്കാരം നേടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന്. അതിനുവേണ്ടി രാജ്യത്ത് തന്നെ അഭിമാനത്തിന് വേണ്ടി പോരാട്ടം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്താണ് പറയാനുള്ളത്? വളരെ അഭിമാനമുണ്ട്. കാരണം നീതിക്ക് വേണ്ടിയും അഭിമാനത്തിന് വേണ്ടിയും പോരാടിയ മഹാനായ വേലുത്തമ്പി ദളവയുടെ പേരിലുള്ള പുരസ്കാരം. നമ്മൾ അഭിമാനം കാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുകയും അത് വിജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്നത്
ഒരു അപൂർവമായ ഭാഗ്യമാണ്. അത് വളരെ അഭിമാനകരമായ കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. അതേ സമയത്ത് നമ്മുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. കാരണം അവർക്ക് നരേന്ദ്രമോദിക്ക് കാലു പിടിച്ച് ശീലമില്ല. ഒരു രാജ്യം എന്ന നിലയ്ക്ക് തിരിച്ചടിക്കുക തന്നെ വേണം. രാജ്യത്തിന്റെ പവർ കാണിച്ചു കൊടുക്കുക തന്നെ വേണം. കഴിഞ്ഞ ദിവസം ഏതോ ഒരു കുട്ടി പറഞ്ഞു, കുട്ടി എന്ന് തന്നെ അവരെ പറയാൻ പറ്റുള്ളൂ, കാരണം അടുക്കളയിൽ നിന്നും പൊതുബോധം പുറത്തേക്ക് വന്നിട്ടില്ല. അത്രയും മാനസികാവസ്ഥ വികസിച്ചിട്ടില്ല, പൊതുബോധവുമില്ല. എൻ്റെ വീട്ടിൽ ഒരാൾ കല്ലെറിഞ്ഞാൽ ഞാൻ തിരിച്ച് അവൻ്റെ വീട്ടിൽ കല്ലെറിയുകയല്ല ചെയ്യുക എന്ന്. അതായത് ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് ആ രൂപത്തിൽ മാത്രമേ അവരുടെ മാനസികാവസ്ഥ വളർന്നിട്ടുള്ളൂ എന്നേ മനസ്സിലാക്കാനുള്ളൂ. 29 പേരെ കൊന്നപ്പോൾ ഇന്ത്യ മിണ്ടാതിരിക്കണം, അവരടുത്തത് 200 പേരെ അടിക്കാൻ വരുന്നത് വരെ. അതാണ് ഇവരൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതായത് ആ കൊല്ലപ്പെട്ട 29 ആളുകളുടെ നീതി ഈ ഭീകരരുടെ ജീവിതത്തിന് മുമ്പിൽ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു എന്ന സത്യമാണ് ഇവിടത്തെ കുറിച്ച് കീടങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ പോകുന്നു? നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വച്ച കാലം മുന്നോട്ട് തന്നെ, അതും ഈ രാജ്യത്തിന് വേണ്ടി. നന്ദി.